1 രൂപയ്ക്ക് ഷൂവും വാച്ചും. കോഴിക്കോട്ട് പാതിരാത്രി പാഞ്ഞെത്തിയ ഏജൻസികൾ. വിചിത്രമായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ തെരുവിൽ തല്ലിച്ചതയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് കോഴിക്കോട്ടെ ട്രെൻഡ് ഫാക്ടറി. 1 രൂപയ്ക്ക് 100 ഷോവും പിന്നാലെ 100 വാച്ചും നൽകുമെന്ന സോഷ്യൽ മീഡിയ പരസ്യം വിശ്വസിച്ച് പാതിരാത്രി മുതൽ നഗരത്തിൽ തടിച്ചുകൂടിയ 100 കണക്കിന് യുവാക്കൾ ഒടുവിൽ പോലീസിന്റെ ലാത്തിയടിയേറ്റ് ചിതറിയോടി. വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ കടയ്ക്ക് മുന്നിൽ പുലർച്ചെ മുതൽ തമ്പടിച്ച ജൻസി കുട്ടികൾക്ക് ഒടുവിൽ നിരാശയും മർദ്ദനവും മാത്രമാണ് മിച്ചം. അശാസ്ത്രീയമായ പരസ്യം വഴി നഗരത്തിൽ വൻ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയ കടയുടമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പഴയ 1 രൂപയുടെ നോട്ടുമായി എത്തുന്നവർക്ക് ആദ്യം 100 ഷൂവുകളും തുടർന്ന് 100 വാച്ചുകളും നൽകുമെന്നായിരുന്നു ഉടമകളുടെ പ്രഖ്യാപനം. ഇതറിഞ്ഞ് പുലർച്ചെ 3 മണി മുതൽ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം കടയ്ക്ക് മുന്നിൽ തടിച്ചുകൂടി. രാവിലെ 10 മണിക്ക് ഓഫർ തുടങ്ങുമെന്നായിരുന്നു പരസ്യമെങ്കിലും നേരത്തെ എത്തിയവർക്ക് പുലർച്ചെ തന്നെ ഓഫർ നൽകി തീർത്തുവെന്ന ഉടമകളുടെ വാദം കാത്തുനിന്നവരെ പ്രകോപിപ്പിച്ചു. തങ്ങൾ എത്തിയപ്പോൾ തന്നെ ഓഫർ കഴിഞ്ഞുവെന്ന് കടക്കാർ പറയുന്നത് ആസൂത്രിതമായ തട്ടിപ്പാണെന്ന് യുവാക്കൾ ആരോപിക്കുന്നു. തിരക്ക് വർദ്ധിച്ചതോടെ വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ വന്നതോടെ പോലീസ് സ്ഥലത്തെത്തി ലാത്തി വീശി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കട തുറക്കില്ലെന്ന് പോലീസ് ബോർഡ് വെച്ചതോടെ പ്രകോപിതരായ യുവാക്കൾ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് സ്ഥിതി വഷളാക്കി. സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയാണ് കടയുടമകൾ സ്വീകരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. രാവിലെ 10-ന് തുടങ്ങുമെന്ന് പറഞ്ഞ ഓഫർ പുലർച്ചെ തന്നെ തീർന്നു എന്ന് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിയ കുട്ടികൾ പറയുന്നത്. കേവലം സോഷ്യൽ മീഡിയ പ്രശസ്തിക്ക് വേണ്ടി 100 കണക്കിന് യുവാക്കളെ തെരുവിലിറക്കി അപകടമുണ്ടാക്കിയ സ്ഥാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു.